ഹലോ ഗൈസ്, അപ്പോൾ കോളേജ് ടൂറിന്റെ ഡേ 3 വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അതേ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഇന്നും ബഫേ ആയിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. കഴിഞ്ഞ ദിവസം വയ്യാണ്ടായോണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ രാവിലെ നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ചാണകേശ്വര ടെമ്പിളിൽ പോകുന്നതാണ്. അത് കഴിഞ്ഞ് വാട്ടർ റൈഡ് ഒക്കെയാണ്. അടിപൊളി ഒരു ദിവസം ഇന്ന് ഗൈസ്. അപ്പൊ നമ്മുടെ ഡേ 3 ആണ്. അപ്പൊ രാവിലെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഏത് ടെമ്പിളിലാണ് പോണേ? ഏതോ ഒരു ടെമ്പിളിൽ പോവാണ്. അങ്ങനെ നമ്മൾ ചാണകേശ്വര ടെമ്പിളിൽ വന്ന് അങ്ങനെ അകത്തോട്ട് കയറുവാണ് ഗൈസ്. നമ്മളങ്ങനെ അമ്പലത്തിൽ വന്നിരിക്കുന്നു. ഏത് അമ്പലം വേഗു? ചാണകേശ്വര അമ്പലം. പറയൂ. ചാണകേശ്വര ടെമ്പിൾ. നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത അമ്പലമാണ് ഗൈസ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഗൈസ്. അടിപൊളി സ്ഥലമാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. ഇപ്പം തന്നെ ഇവിടെ ഫോട്ടോഗ്രാഫി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സാന്ദ്ര സി പി, ക്യാമറാമാൻ സാന്ദ്ര സി പിയോടൊപ്പം ഗോപിക. എങ്ങനെയുണ്ട് അമ്പലം? നല്ല അമ്പലം, നല്ല കൊത്തുപണികൾ, നല്ല രസം. അയ്യോ, അവന്തിക അമ്പലത്തിനെ പറ്റി 2 വാക്ക്. വളരെ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയൊക്കെ കാണാൻ, നല്ലൊരു ചാണകേശ്വര ടെമ്പിളിൽ നിന്ന് ഇറങ്ങി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ വാട്ടർ റൈഡാണ്. റൈഡിന് കയറുന്ന മുമ്പ് അവരൊരു ടാഗ് കൈ കെട്ടാൻ തരുവേ, അത് കാണിച്ചാൽ മാത്രമേ നമ്മൾ റൈഡിൽ കയറ്റൂ. അപ്പൊ ഇനി അടുത്ത വാട്ടർ റൈഡിന് പോവാണ്. വാട്ടർ റൈഡിന് വെള്ളത്തിൽ ഇറങ്ങുന്നോണ്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പോയത് റാഫ്റ്റിങ്ങിനാണ്. അപ്പൊ പല ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കയാക്കിങ് കൂടെ ഉണ്ടായിരുന്നു, അതിന്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ. അടുത്താണ് ഗൈസ് നമ്മുടെ മെയിൻ സംഭവം, നമ്മുടെ ബനാന റൈഡ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. റൈഡ് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. അവിടെ തന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല ചൂട് ചിക്കൻ ബിരിയാണി ആയിരുന്നു അന്നുണ്ട്. അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ നേരെ ചിക്ക്മംഗ്ലൂരിലോട്ടാണ് പോയത് ഗൈസ്. നമ്മളിപ്പോ ചിക്ക്മംഗ്ലൂരിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. കണ്ണൊക്കെ നമുക്ക് റൂം ആയിട്ടില്ല, നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. കാരണം ഇപ്പൊ എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടിയൊക്കെ കയറിപ്പോണുണ്ട് ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മുടെ റിസോർട്ട്. നേരത്തെ ഫ്രണ്ടാണ് കണ്ടത്, കൊള്ളാമില്ലേ, നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവാണ് ഗൈസ്. നമ്മുടെ റൂം 2 വലിയ ബെഡുണ്ട്. ഒരു ബെഡിൽ തന്നെ 4 തലയണയുണ്ട്. 6 പേർക്കുള്ള ബെഡാണിത്. നല്ല റൂമാണ് കേട്ടോ. 2 ബാത്റൂമുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത സ്വിമ്മിംഗ് പൂളിൽ പോവാണ്. ആ ഫോൺ ഞാൻ കൊണ്ടുപോണില്ല, അതെ അതെ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കൂടുപ്പ് കണ്ടോ. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് വരാം. വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഭ്രാന്താ. പിന്നെ എല്ലാരും വെള്ളത്തിലൊക്കെ ഇറങ്ങി നല്ല ഐസ് പോലെ ഇരിക്കുന്ന വെള്ളമായിട്ട് ഫുള്ള് ഫ്രീസ് ആയിപ്പോയി. എന്റെ പൊന്നെ, പൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് തണുത്ത് വിറയ്ക്കായിരുന്നു, അമ്മാതിരി തണുപ്പായിരുന്നു അത്. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ പിന്നെ ഗെയിം കളിക്കാനായിട്ട് താഴെ പോയി. ഒരുപാട് ഗെയിംസ് താഴെ ചേട്ടന്മാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗെയിമൊക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ ഗൈസ്. കുട്ടികള് ഫുഡ് വാങ്ങാണ് ഗൈസ്. എങ്ങനെയുണ്ട് ആൻറ്റി ഫുഡ്? പൂളിൽ ഇറങ്ങി എടുക്കത്തെ തണുപ്പാണെന്നാണ്, ഇങ്ങനെ വിറയ്ക്കുവാണ്. കുറച്ച് തണുപ്പ് സഹിക്കാൻ വയ്യ. അപ്പോഴേക്കും ഒരു കോഫി കിട്ടി, നല്ല ചൂടുള്ള കോഫി. കോഫി കുടിക്കാം. കോഫി അനിഹിന തണുപ്പുണ്ടോ? ആ കിടക്കം കണ്ടാലേ അറിയാം അങ്ങനുണ്ട്. മേഘ്നാജായി പിന്നെ പൂളിന്ന് പൊങ്ങിട്ടില്ല, അതുകൊണ്ട് തണുപ്പില്ലായിരുന്നു. എല്ലാരും ഉണ്ട് ഗൈസ്.
ഫുഡും കഴിച്ച് ചൂടുള്ള ഒരു കോഫിയും കൂടെ കുടിച്ചപ്പോഴേക്കും ഓണായി. പിന്നെ റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ലാസ്റ്റ് ആയിട്ട് ഒരു റീലും കൂടെ എടുത്തിട്ട് നമ്മൾ കിടന്നുറങ്ങി.